ഈ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായി. നിങ്ങളിൽ പലരും എവിടെയെങ്കിലും വെച്ച് വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഒരു ഓഫീസിലെ സൈഡിൽ സ്വന്തം സിസ്റ്റത്തിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പെൺകുട്ടി. ആ സമയത്താണ് പുറകിലൂടെ ഒരാൾ കടന്നു വരുന്നത്. അയാളുടെ കയ്യിൽ മൂർച്ചയേറിയ ഒരു ആയുധം ഉണ്ടായിരുന്നു. ആക്രമണത്തിനിടയിൽ അയാൾ ആ പെൺകുട്ടിയോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ഓഫീസിനുള്ളിൽ ആകെ വലിയ ബഹളവും പരിഭ്രാന്തിയുമായി. ആളുകൾ ഭയന്ന് വിറച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ചില യുവാക്കൾ മുന്നോട്ട് വരികയും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അക്രമിയായ യുവാവിനെ പിടിച്ചുമാറ്റാൻ അവർ തങ്ങളുടെ പരമാവധി ശ്രമിച്ചു. എന്നാൽ അയാൾ അത്രയധികം ദേഷ്യത്തിലും അക്രമാസക്തനുമായിരുന്നു. തനിക്ക് നേരെ വരുന്ന മറ്റാരെയും അടുത്തേക്ക് അടുക്കാൻ പോലും അയാൾ അനുവദിച്ചില്ല. ആരെങ്കിലും എന്നെ തൊട്ടാൽ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് അയാൾ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് ടിംപിൾ എന്നു പേരുള്ള ആ പെൺകുട്ടിയെ അയാൾ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പലയിടങ്ങളിലും പ്രചരിക്കുന്നത് ഇതൊരു പ്രണയപ്പകയുടെ കഥയാണെന്നാണ്. 3 വർഷത്തോളം ഇവർ പരസ്പരം റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും അതിനൊടുവിലാണ് ഇത്രയും വലിയൊരു ക്രൂരത നടന്നുവെന്നുമാണ് പുറത്തു വന്ന വിവരം. എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ അത്ര പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത ചില ആഴത്തിലുള്ള രഹസ്യങ്ങൾ കൂടിയുണ്ട്. അതിതുവരെയും ആരും അറിഞ്ഞിട്ടില്ല. ആ ഓഫീസിനുള്ളിൽ അന്നേ ദിവസം വൈകുന്നേരം ഡിംപിളിന് നേരെ ഇത്രയും വലിയൊരു അക്രമം അഴിച്ചുവിട്ടത് ആരായിരുന്നു? അയാൾ എന്തിനാണ് ടിംപിളിനോട് ഇത്ര വലിയൊരു ക്രൂരത ചെയ്തത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഡിംപിളിന്റെ മുത്തച്ഛന്റെ സഹോദരൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. तो कल रात को 8 बजे मैसेज आया कि आपकी पोती जो है ना डिम्पल, मेरे बड़े भाई साहब की सगी पोती है डिम्पल और राजकुमार की बेटी, उम्र उसकी करीब 28, कि उसकी तबीयत खराब होगी. स्टाफ की तरफ से मैसेज आया और उसको फोटोज में लिख के गए. तो तुरंत मैं यहाँ से 5-6 लड़के वहाँ भेज दिया हमने, परिवार के मेंबर. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. എന്റെ ജ്യേഷ്ഠന്റെ കൊച്ചുമകളും രാജ്കുമാറിന്റെ മകളുമായ ടിംപിളിന് സുഖമില്ലാതെയായി എന്ന്. ഏകദേശം 18 വയസ്സാണ് അവൾക്കുള്ളത്. ഓഫീസിലെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നാണ് ആ വിവരം വന്നത്. അവളെ അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിലെ 5-6 യുവാക്കളെ അങ്ങോട്ടേക്ക് അയച്ചു. സത്യത്തിൽ ഈ കഥയുടെ തുടക്കം മൊഹാലിയിലെ ഒരു സ്വകാര്യ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് കമ്പനിയിൽ നിന്നാണ്. അവിടെയാണ് ടിംപിളും ഹർജീന്ദർ മാൻ എന്ന പേരുള്ള ഈ യുവാവും കഴിഞ്ഞ 3 വർഷമായി ഒരേ ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നത്. ദിവസവുമുള്ള കൂടിക്കാഴ്ചകളും പ്രോജക്റ്റുകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതും ഓഫീസിൽ മണിക്കൂറുകളോളം ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതുമെല്ലാം അവരുടെ ഒരു ദിനചര്യയായി മാറിയിരുന്നു. ഈ അടുത്ത പഴക്കം ഒടുവിൽ അവരെ പരസ്പരം കൂടുതൽ അടുപ്പിച്ചു. തുടക്കത്തിൽ ഇതൊരു സാധാരണ സൗഹൃദം മാത്രമായിരുന്നുവെങ്കിലും നാളുകൾ കഴിഞ്ഞതോടെ അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും അവരൊരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. ഡിംപിളും ഹർജീന്ദറും പ്രണയത്തിലാണെന്ന കാര്യം ഓഫീസിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും അറിയാമായിരുന്നു. തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പദ്ധതികളെല്ലാം അവർ ഒന്നിച്ചു ചേർന്ന് തയ്യാറാക്കി. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും അതൊരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പായിട്ടാണ് തോന്നിയത്. എന്നാൽ മറ്റേതൊരു പ്രണയബന്ധത്തെയും പോലെ ഇവരുടെ ജീവിതത്തിലും പതിയെ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി. പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതനുസരിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുകളും വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. തങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകളും പ്രണയത്തിലെ വഞ്ചനയുമായിരിക്കാം ഒരു പക്ഷേ ആ ബന്ധത്തെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചത്. ഒടുവിൽ ജീവിതത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഡിംപിൾ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. അവളുടെ ആ ഒരു തീരുമാനം ഹർജീന്ദറിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നതായിരുന്നു. താളം തെറ്റിപ്പോയ ഈ പ്രണയബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ടിംപിൾ തുറന്നു പറയുകയും ദിവസങ്ങൾക്കുള്ളിൽ അവർ പരസ്പരം വേർപിരിയുകയും ചെയ്തു. വേർപിരിയലിന് ശേഷം ടിംപിൾ തന്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവൾ തന്റെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പഴയ കാര്യങ്ങൾ മറക്കുന്നതിനായി മറ്റ് പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ പതിയെ ഡിംപിൾ ഹർജീന്ദറിനെ തന്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ മറുഭാഗത്ത് ഡിംപിളിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഹർജീന്ദറിന് അവളെ തന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിഞ്ഞില്ല. ബ്രേക്കപ്പിന് ശേഷം ഹർജീന്ദറിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. അവൻ മാനസികമായി കടുത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി.
ഓഫീസിലെ സഹപ്രവർത്തകരുടെ മൊഴിയനുസരിച്ച് ബന്ധം വീണ്ടെടുക്കുന്നതിനായി ഹർജീന്ദർ ദിവസവും ഡിംപിളിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ മറുഭാഗത്തെ ഡിംപിൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തെറ്റിദ്ധാരണകളും വഴക്കുകളും നിറഞ്ഞ തന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, ഒരുപക്ഷെ തനിക്ക് അർഹമായൊരു സ്വാതന്ത്ര്യം പോലും നൽകാത്ത അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി പോകില്ല എന്ന് അവൾ അവസാനമായി തീരുമാനമെടുത്തിരുന്നു. ഇവിടെ നിന്നാണ് സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ തുടങ്ങിയത്. ഇരുവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തിരുന്നതെങ്കിലും ഒരുപക്ഷെ കാലക്രമേണ ഹർജീന്ദറിന്റെ മനസ്സിലെ പ്രണയവും ദേഷ്യവും മാറിപ്പോകുമായിരുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അവർ രണ്ടുപേരും ഒരേ ഓഫീസിൽ ഒരു സമയത്താണ് ഇപ്പോഴും ജോലി ചെയ്തിരുന്നത്. ദിവസവും ഡിംപിളിനെ മുന്നിൽ കാണേണ്ടി വരുന്നത് ഹർജീന്ദറിന്റെ മാനസിക നിലയെ കൂടുതൽ തകിടം മറിച്ചുകൊണ്ടിരുന്നു. അവൻ എത്രയൊക്കെ ശ്രമിച്ചാലും അവൾക്ക് മുന്നിൽ വച്ച് അവളെ മറക്കുക എന്നത് അസാധ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഇരുവരും പട്യാല സ്വദേശികളായിരുന്നു. അവിടെ നിന്നാണ് ജോലി ആവശ്യങ്ങൾക്കായി മൊഹാലിയിലേക്ക് വരുന്നത്. ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ അവർ സ്വന്തം വീടുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ പോലും എവിടെയെങ്കിലും വെച്ച് പരസ്പരം മുഖാമുഖം കാണാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹർജീന്ദറിന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നതായി പട്യാലയിലെ അവന്റെ അയൽവാസികളും പറയുന്നു. അവൻ എപ്പോഴും മുറിക്കുള്ളിൽ സ്വയം ഒറ്റപ്പെടാൻ ഇഷ്ടപ്പെടുകയും ആരോടും അധികം സംസാരിക്കാതിരിക്കുകയും ചെയ്തു. അവന്റെ ഈ പെരുമാറ്റം കുടുംബ അംഗങ്ങളിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പ്രണയബന്ധം തകർന്നതോടെ ഹർജീന്ദറിന്റെ മാനസികാവസ്ഥ പൂർണ്ണമായും തകിടമറിഞ്ഞുവെന്നത് വ്യക്തമാണ്. എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലും ഒരു കാര്യം ഉറപ്പായിരുന്നു. ബ്രേക്കപ്പിന് ശേഷം ഡിംപിൾ തന്റെ ജീവിതവുമായി മുന്നോട്ടു പോയി. അവളുടെ മുഴുവൻ ശ്രദ്ധയും സ്വന്തം കരിയറിലായിരുന്നു. പക്ഷേ ഹർജീന്ദറിന് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും അഭിപ്രായത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം അത്രയധികം ടോക്സിക് ആയി മാറിയിരുന്നു. അതിന് പ്രധാന കാരണം ഹർജീന്ദറിന്റെ ചില മോശം സ്വഭാവങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഡിംപിളിനെ നിയന്ത്രിക്കുക, അവളെ തനിച്ച് പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുക, അവളുടെ മേൽ പൂർണ്ണമായ പുരുഷാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നിവയെല്ലാം ഹർജീന്ദർ ചെയ്തിരുന്നു. ഈ ക്രൂരമായ ആക്രമണത്തിന് പിന്നിൽ പ്രണയത്തിലെ വഞ്ചന എന്നൊരു കാരണവും സംശയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സത്യമെന്ന് നമുക്കറിയണം. ഇനി ആ ദാരുണമായ സംഭവം നടന്ന ദിവസത്തെക്കുറിച്ച് പറയാം. ബ്രേക്കപ്പിന് ശേഷം ഒരുപാട് നാളുകൾ കടന്നുപോയി. എന്നാൽ ഹർജീന്ദറിന്റെ മനസ്സിൽ കടുത്ത പ്രതികാര ചിന്തകളും ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാനുള്ള പദ്ധതികളും രൂപപ്പെട്ടു. ഡിംപിൾ ഇനി തന്റെ കൺമുന്നിൽ ഉണ്ടാകരുത് എന്നവൻ ഉറപ്പിച്ചു. ആ കടുത്ത ദേഷ്യത്തിനും പകയ്ക്കും ഒടുവിൽ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഹർജീന്ദർ മൂർച്ചയേറിയ ഒരു ആയുധവും എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് വന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം, അവന്റെ കയ്യിൽ ഈ മാരകായുധം ഇരിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു. എന്നിട്ടും ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാർ യാതൊരു പരിശോധനയും നടത്താതെയാണ് അവനെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. സെക്യൂരിറ്റി ജീവനക്കാർ അവനെ തടഞ്ഞതുമില്ല. ഒരുപക്ഷെ സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഈ വലിയൊരു ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഹർജീന്ദറിനെ തടഞ്ഞില്ല. മാരകായുധവുമായി അവൻ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യവും പ്രതികാര ചിന്തയുണ്ടായിരുന്നു. അന്ന് അവൻ ആ പെൺകുട്ടിയെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു. വളരെ വേഗത്തിൽ ഓടി വന്ന് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഹർജീന്ദർ ഡിംപിളിന്റെ അടുത്തെത്തി. ഓഫീസിന്റെ ഒരു കോണിൽ തനിച്ചിരുന്ന് സിസ്റ്റത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഡിംപിൾ. ആ സമയത്താണ് ഹർജീന്ദർ അവളുടെ കഴുത്തിന് നേരെ ആദ്യത്തെ മാരകമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഭയന്ന് വിറച്ച ഡിംപിൾ നിലവിളിക്കാനും തന്റെ ജീവൻ രക്ഷിക്കാനായി മറ്റുള്ളവരോട് അപേക്ഷിക്കാനും തുടങ്ങി. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ സമയത്തിനുള്ളിൽ ഓഫീസിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ അവിടെ വലിയൊരു അനിഷ്ട സംഭവം നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില യുവാക്കൾ ഓടിയെത്തി ഈ ക്രൂരത തടയാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവർ മുന്നോട്ടടുത്തപ്പോഴെല്ലാം ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഹർജീന്ദർ അവരെല്ലാം ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ആ യുവാക്കൾ ഡിംപിളിന്റെ ജീവൻ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. എന്നാൽ കടുത്ത അക്രമാസക്തനായ അവനിൽ നിന്നും ആ പെൺകുട്ടിയെ പൂർണ്ണമായും രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ആ വലിയ കുറ്റകൃത്യം ഹർജീന്ദർ ക്രൂരമായി നടപ്പാക്കി. 3 വർഷത്തോളം നീണ്ടുനിന്ന ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളും നെയ്തു കൂട്ടിയ, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് പേരിടണം എന്ന് വരെ ആഗ്രഹിച്ച ഒരു പ്രണയബന്ധമാണ് ഇത്തരമൊരു ദാരുണമായ അന്ത്യത്തിൽ കലാശിച്ചത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥലത്തേക്ക് ആംബുലൻസ് എത്തുകയും രണ്ടുപേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറുഭാഗത്ത് ഡിംപിളിന്റെ കുടുംബത്തിലേക്ക് ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ പോയി.
മകളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് തകർന്നുപോയ കുടുംബാംഗങ്ങൾ മൊഹാലിയിലുള്ള തങ്ങളുടെ ചില ബന്ധുക്കളെ വിളിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും അവരും അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിലാണ് പോലീസിന്റെ രണ്ടാമത്തെ ഫോൺ കോൾ വരുന്നത്. ഡിംപിൾ ഈ ലോകത്തോട് വിട പറഞ്ഞുവെന്ന ദാരുണമായ വാർത്തയാണ് പോലീസ് അവരെ അറിയിച്ചത്. തുടർന്ന് പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നു. ആക്രമണത്തിന് ശേഷം പരിക്കേറ്റ ഹർജീന്ദർ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലായി. ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്ന മുറയ്ക്ക് പോലീസ് അവനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കും. എന്നാൽ ഇതിനിടയിൽ ഓഫീസിലെ മറ്റൊരു ജീവനക്കാരൻ വെളിപ്പെടുത്തിയ ഒരു സുപ്രധാന വിവരവും പുറത്തു വന്നു. ഹർജീന്ദറുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ഡിംപിൾ തന്റെ ജീവിതവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയും മറ്റൊരു വ്യക്തിയുമായി സൗഹൃദത്തിലാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഡിംപിൾ മറ്റൊരാളോട് അടുപ്പം കാണിക്കുന്നത് ഒരേ ഓഫീസിലിരുന്ന് ഹർജീന്ദർ കാണുന്നുണ്ടായിരുന്നു. ഇത് അവന്റെ ഉള്ളിലെ അസൂയയും ദേഷ്യവും പ്രണയപ്പകയും ഇരട്ടിയാക്കി. ഈ കടുത്ത പ്രതികാര ചിന്തയും ദേഷ്യവുമാണ് ഒരു പക്ഷെ ഹർജീന്ദറിനെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇത്രയധികം ആഴത്തിൽ സ്നേഹിച്ച ഒരു ബന്ധത്തിന്റെ ഒടുക്കത്തെ അന്ത്യം ഇത്തരത്തിലാണ് ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം. ഈ സംഭവം ജോലിസ്ഥലങ്ങളിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്കും ശക്തമായ സുരക്ഷാ പ്രോട്ടോകോളുകളുടെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഹർജീന്ദറിന്റെ മാനസികാവസ്ഥ കേവലം ഒരു പ്രണയ നൈരാശ്യം മാത്രമല്ല, മറിച്ച് തന്റെ നിയന്ത്രണത്തിൽ നിന്നും പങ്കാളി മാറിപ്പോകുന്നതിലുള്ള അസൂയയും അമിതമായ ഉടമസ്ഥതാ മനോഭാവവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണമെന്നിവിടെ വ്യക്തമാണ്. ഈ ദാരുണമായ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രണയവും ഉടമസ്ഥതാബോധവും രണ്ടാണ്. യഥാർത്ഥ പ്രണയം ഒരിക്കലും ഒരാളെ നിയന്ത്രിക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ ശ്രമിക്കില്ല. പങ്കാളിയെ ഒരു വസ്തുവായി കാണുന്ന അമിതമായ ഉടമസ്ഥതാ മനോഭാവവും പുരുഷാധിപത്യ ചിന്താഗതിയും ഒടുവിലെത്തിക്കുന്നത് ഇത്തരം വലിയ ദുരന്തങ്ങളിലേക്കാണ്. ആദ്യം വേർപിരിയലുകൾ അംഗീകരിക്കാൻ ശ്രമിക്കണം. ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. നോ എന്ന് പങ്കാളി വ്യക്തമായി പറഞ്ഞാൽ ആ തീരുമാനത്തെ ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും കഴിയണം. പ്രണയ നൈരാശ്യങ്ങളെയും വേർപിരിയലുകളെയും പക്വതയോടെ നേരിടാൻ സമൂഹത്തെയും യുവ തലമുറകളെയും ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണ്. ബന്ധങ്ങളിലെ അമിത നിയന്ത്രണങ്ങൾ, സംശയങ്ങൾ, മാനസികമായ വേട്ടയാടലുകൾ എന്നിവ ഒരിക്കലും ഒരു സ്നേഹത്തിന്റെ ലക്ഷണമേ അല്ല, മറിച്ച് അതൊരു ടോക്സിക് ബന്ധത്തിന്റെ സൂചനകളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് മാറി നിൽക്കാൻ കാണിക്കുന്ന ധൈര്യം തന്നെയാണ് ഏറ്റവും ശരി. ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ വീഴ്ചകളാണ് അടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ജോലിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. ഓഫീസുകളിലെ സുരക്ഷാ പരിശോധനകളിൽ ഉണ്ടാകുന്ന ചെറിയൊരു വീഴ്ച പോലും വലിയൊരു ജീവൻ അപഹരിക്കാൻ കാരണമായേക്കാം എന്നുള്ളതിന്റെ തെളിവാണിത്. ചുരുക്കത്തിൽ, പ്രതികാരമല്ല പ്രണയം. വൈകാരികമായ തിരിച്ചടികളിലും പ്രണയ നൈരാശ്യങ്ങളെയും അക്രമങ്ങളിലൂടെയല്ല, മറിച്ച് സ്വയം തിരുത്തലുകളിലൂടെയും മാനസികമായ പക്വതയിലൂടെയുമാണ് നേരിടേണ്ടത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി മറക്കാതെ കമന്റും ലൈക്കും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.